ഹായ് മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിസ്മാമിർ, ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സീക്രട്ട് ലാംഗ്വേജ് ആയിട്ടുള്ള ചില മാജിക് വേർഡ്സിനെ കുറിച്ചിട്ടാണ്. അതെന്താണെന്ന് കൂടുതൽ അറിയുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി അഫർമേഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് വഴി നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഫർമേഷൻസിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം, കണ്ടു നോക്കുക. അഫർമേഷൻ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ നേരത്തും ഉപയോഗിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അത്തരം സിറ്റുവേഷൻസിൽ നമ്മളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മാജിക് വേർഡ്സ് ആയിട്ടുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സീക്രട്ട് ലാംഗ്വേജ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എനർജിയെ സ്വിച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള സിംഗിൾ വേർഡ്സിനെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ വേർഡ്സ് നമ്മളുടെ ബ്രെയിനിനെ സ്പെസിഫിക് ഫ്രീക്വൻസിയിലേക്ക് സ്വിച്ച് ചെയ്യുകയും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ഹെൽത്ത് ആയാലും മണി ആയാലും ലവ് ആയാലും പീസ് ആയാലും സക്സസ് ആയാലും അങ്ങനെ എന്ത് തന്നെ ആയാലും നമ്മളെ ആ ഒരു എനർജി ലെവലിലേക്ക് അലൈൻ ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ വേർഡ്സ് നമ്മളുടെ ലോജിക്കൽ തിങ്കിങ്ങിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെന്നെത്തും. അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മൾ ഈ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫായി മാറുകയും നമ്മളുടെ മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിലായി നടക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇമേജസ്, ഫീലിങ്സ്, ഇമോഷൻസ്, എനർജി ഫ്രീക്വൻസീസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് എനർജറ്റിക് കോഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റേറ്റ് അവിടെ ആക്ടിവേറ്റ് ചെയ്യുകയും നമ്മളുടെ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ അലൈൻമെൻറ്റിൽ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഓൾറെഡി നടന്നതായിട്ട് ഒരു ബിലീഫ് അവിടെ രൂപപ്പെടുകയും നമ്മളുടെ റിയാലിറ്റി ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഒരു എനർജി ഫ്രീക്വൻസിയിൽ നിന്ന് മറ്റൊരു എനർജി ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വേർഡ്സ് ആണ് സ്വിച്ച് വേർഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം തവണ നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ അത്രത്തോളം തവണ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരൊറ്റ വേർഡല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 2 വേർഡ്സ് ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്കത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഈ സ്വിച്ച് വേർഡ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ സ്ക്രീൻ സേവർ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഓർമ്മ വരുമ്പോഴൊക്കെ നമുക്ക് പറയാം. അതേപോലെ നമുക്ക് എഴുതി വെക്കാം. നമുക്ക് നമ്മളുടെ ജേർണലിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കാം. നമുക്കിപ്പോൾ സാധാരണ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ അതിന് പുറത്ത് ഒരു പേപ്പറിൽ ഈ സ്വിച്ച് വേർഡ് എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾക്കൊരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് ആ വെള്ളം കുടിച്ചാൽ ആ ഒരു എനർജി നമ്മളുടെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ മെഡിറ്റേഷൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ കോമ്പിനേഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. 2-3 സ്വിച്ച് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ പോലെ ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 1-2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. റീച്ച്, കൗണ്ട്, ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് വേർഡാണ്. പിന്നെ ലവ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ടുഗദർ, ലവ്, ചാം എന്ന് ഉപയോഗിക്കാം. അതേപോലെ നമ്മളുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിൾസ്, അതായത് തടസ്സങ്ങളൊക്കെ നീക്കാനായിട്ട് നമുക്ക് ക്ലിയർ നൗ, ഡിവൈൻ ഓർഡർ എന്ന് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് സ്വിച്ച് വേർഡ്സ് ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വിച്ച് വേർഡ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ഞാനിവിടെ പറഞ്ഞു തരാം. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ പണം ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന സ്വിച്ച് വേർഡ്സ് ഡിവൈൻ മണി ഹിയർ നൗ എന്ന് ഉപയോഗിക്കാം, ഡിവൈൻ മാജിക് ബിഗിൻസ് നൗ എന്ന് ഉപയോഗിക്കാം, കൗണ്ട് ഡിവൈൻ നൗ എന്ന് ഉപയോഗിക്കാം, റീച്ച് കൗണ്ട് ഡിവൈൻ എന്ന് ഉപയോഗിക്കാം.
ഇനി നമ്മുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുപോയി. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് ടുഗദർ ഡൺ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്ലിയർ നൗ ഡിവൈൻ ഓർഡർ എന്ന് ഉപയോഗിക്കാം. ഇനി ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈൻ ലവ് എന്ന് ഉപയോഗിക്കാം. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഹീൽ ആവാനായിട്ട് നിങ്ങൾക്ക് ബ്രിങ് എന്ന സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ് ആകർഷിക്കണം, ലവ് ആകർഷിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഡിവൈൻ ഓർഡർ അല്ലെങ്കിൽ ലവ് ടുഗദർ ചാം എന്നൊക്കെയുള്ള സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിലോ കരിയറിലോ ഒക്കെ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ സൺറൈസ് ആഡ് കൗണ്ട് നൗ എന്ന സ്വിച്ച് വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടുഗദർ ചേഞ്ച് എന്ന് ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ സക്സസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഡിവൈൻ പ്രൈസ് എന്ന് ഉപയോഗിക്കാം. നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ നിങ്ങൾക്ക് ഇരട്ടി റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ടുഗദർ ഫൈൻഡ് ഡിവൈൻ കൗണ്ട് എന്ന സ്വിച്ച് വേർഡ് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൈൽ എന്ന സ്വിച്ച് വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ബി കാം ക്ലിയർ എന്ന സ്വിച്ച് വേർഡും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേഗത്തിൽ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് നൗ എന്ന സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്വിച്ച് വേർഡ്സിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ റെസൊണേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് ഉപയോഗിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫൈഡ് ഫീൽ വരുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഓരോ സ്വിച്ച് വേർഡ്സിനും മുന്നിലായിട്ട് യെസ് എന്നും കൂടിയും ചേർത്തിട്ട് പറയാം. അതായത് ഇപ്പോൾ യെസ് ഡിവൈൻ മാജിക് ബിഗിൻ നൗ, അല്ലെങ്കിൽ യെസ് സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ യെസ് എന്ന് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ആ സ്വിച്ച് വേർഡ് പറയുമ്പോൾ മാക്സിമം അത് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ആ ഇൻറ്റൻഷൻ നടന്നു കഴിഞ്ഞതായിട്ട് ആ ഒരു ഇമോഷൻ വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി അല്ലാത്ത സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിഷ്വലൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ റിസൾട്ട് വേഗത്തിൽ തന്നെ ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.